ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക്, ഛത്രപതി ശിവാജി മഹാരാജ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കണ്ണൂർക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. മുംബൈ ടു കണ്ണൂർ CCJ അല്ല CNN. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലും നല്ല മരങ്ങൾ നട്ടു വെച്ചിട്ടുണ്ട് അവർ. പന പോലത്തെ നല്ല ഡെക്കറേറ്റീവായിട്ടുള്ള മരങ്ങളുണ്ടല്ലോ, അത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നത്. 3 ലൈൻ റോഡ് ഒരു സൈഡിൽ, അടുത്ത ഓപ്പോസിറ്റ് സൈഡിലും 3 ലൈൻ റോഡായിട്ട് നല്ല ഭംഗിയാണ് ആ ഒരു റോഡ് കാണാൻ. ടാക്സിയിലാണ് നമ്മൾ പോയത്. ഇത് ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്റർ അല്ല 2 കിലോമീറ്ററോളം ഉണ്ട് എയർപോർട്ടിലേക്ക്. ഫുൾ ഏരിയ 2 വശത്തായിട്ട് ഇങ്ങനെ പന പോലത്തെ ആ ഒരു ചെടി നട്ടു വെച്ചിരിക്കുക, ഇതിൽ ആ ഒരു മരം നട്ടു വെച്ചിരിക്കുകയാണ്. ആ ഒരു ചെടിയുടെ പനയുടെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്, ടെമ്പററി വർക്കുകൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. പക്ഷെ റോഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡാണ്. ചപ്പ് ചവറുകളോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും എവിടെയൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റോഡാണ്. പുറത്തുമായിട്ട് ഹോട്ടലുകളുണ്ട്. ITCൻ്റെ ഹോട്ടലുണ്ട്, മാരിയോട്ടുണ്ട്, അങ്ങനെ ഹോട്ടലുകളുണ്ട് അപ്പുറത്തുമായിട്ട്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് ടെർമിനലിലെത്തി. ഇത് സ്റ്റോപ്പിംഗ് ബേസ് ആണ്. ഇവിടെ 2-3 വഴികളിലായിട്ടാണ് നമ്മൾ നിർത്തി, ബേസായിട്ടാണ്. അവിടെ നിർത്തി ആളിറങ്ങി ഗേറ്റിലേക്ക് പോവുകയാണ്. ഗേറ്റുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഗേറ്റുകളൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് സീലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇവിടെ ഒരു ചെറിയൊരു ഫൗണ്ടൻ പോലെ ഒരു വെള്ളച്ചാട്ടം പോലെ തന്നെ സെറ്റ് ചെയ്ത് വെക്കും. നല്ല രസമുണ്ടത്. ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ്, നല്ല വൃത്തിയാണ്, നല്ല എന്താ പറയുക, നീറ്റ് ആൻഡ് ക്ലീനാണ് ഇൻസൈഡൊക്കെ. എന്തായാലും എനിക്ക് ഇതിൻ്റെ ഈ സീലിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചായ പറഞ്ഞിട്ടുണ്ടോ?
കഴിക്കാം. ചൂടല്ലേ? ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ല. കഴിക്ക്. കള്ളത്തി